ഒന്നാം മണിക്കീനറ്റിൽ വളകളഞ്ഞേ പെണ്ണുമാലതിയെ കളയും കാളഞ്ഞു വെണ്ണങ്ങവിടെ നിന്നും വേശുമ്പോൾ പെശകാതെ നില്ലടി വെണ്ണെ കനകപ്പൊന്മള ഞാൻ തരാ. കനകപ്പൊന്മള കൈമേലിട്ട് കളിച്ചാട്ടെ കളി കാണട്ടെ. മുത്തുമുത്തും പൊന്നോല മുപ്പടിയെന്തും പൊന്നോല കുന്നത്തരാജാവേറി വന്നതും ചെല്ല കുതിരയും പട്ടാളവും. രണ്ടാം മണിക്കീനറ്റിൽ വളകളഞ്ഞേ വെണ്ണുമാലതിയെ കളയും കാളഞ്ഞു വെണ്ണങ്ങവിടെ നിന്നും വേശുമ്പോൾ പെശകാതെ നെല്ലടി വെണ്ണെ കനകപ്പൊന്മള ഞാൻ തര. കനകപ്പൊന്മള കൈമേലിട്ട് കളിച്ചാട്ടെ കളി കാണട്ടെ. മുത്തുമുത്തും പൊന്നോല മുപ്പടിയെന്തും പൊന്നോല കുന്നത്തരാജാവേറി വന്നതും ചെല്ല കുതിരയും പട്ടാളവും. പിന്നെ ദേവന്മാരും ദൈവങ്ങളും എല്ലാം ശ്രീരാമന് വനത്തിൽ പോകുമ്പോൾ സീതാദേവി അയന്നത്തെ കാണുന്നു, അതിനെ പിടിക്കാൻ ചെല്ലുന്നതും ആ ഭാഗമൊക്കെ വെച്ചാ തിരുവാതിര എഴുതണം. ഇപ്പോഴുള്ള എല്ലാം പുതിയ രീതിയിൽ പാട്ട് ചെയ്യുന്നതും വ്യത്യാസമുണ്ട്, സ്റ്റെപ്സിലും വ്യത്യാസമുണ്ട്, അത് കളിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. പണ്ടത്തെ സ്റ്റെപ്പല്ല ഇപ്പൊ സ്റ്റെപ്പ്. പക്ഷെ പണ്ട് ഞാൻ ഈ ഡാൻസ് കളിക്കാൻ പോയി അന്ന് 19 താളമുണ്ട്. ഇപ്പൊ അതൊന്നും ഇല്ല. 19 താളത്തിൽ ഞങ്ങൾ എടുത്തായിരുന്നു അന്ന് ഡാൻസ് പഠിച്ചത്. പക്ഷെ ഇപ്പം അങ്ങനെയുള്ള താളങ്ങളില്ല. അപ്പൊ ആ രീതിയിലുള്ള അന്നത്തത് തായ് 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 തിത്തേ തായ് തായ് തിത്തേ താങ്കിട തകതിമി താങ്കിട തകതിമി താത്തി തകതിണതോ താത്തി തകതിണതോ. അപ്പൊ അതിന്റെ അനുസരിച്ച് കാലങ്ങോട്ടും മുമ്പോട്ട് താളം ഉണ്ട്. ഇപ്പൊ അങ്ങനെയല്ലല്ലേ. ഇപ്പൊ അവര് വേറെ അങ്ങോട്ട് 4-5 താളമുള്ള അത് കഴിഞ്ഞാൽ അവര് സ്റ്റെപ്പ് ഇങ്ങനെ എടുത്താൽ പുറകോട്ടും മുമ്പോട്ടും ഉള്ളതേ ഉള്ളു. മറ്റേ അങ്ങനെയല്ല. ഈ കാൽ ചവിട്ടി നമ്മള് ഈ 3 താളം പറയുമ്പോഴും മുട്ടാങ്കാലിയിൽ നിന്ന് അത് ചവിട്ടണമായിരുന്നു. ഇപ്പോഴത്തെ എല്ലാം പുതിയ ഭാഷകളല്ലേ.